ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കൊടും ക്രൂരത. 2.5 വയസ്സുകാരിയായ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. 3 ആയമാർ അറസ്റ്റിൽ. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചത്? നീലിമ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ശിശുക്ഷേമ സമിതിയിലെ 2.5 വയസ്സുകാരിക്ക് ജനനേന്ദ്രിയത്തിൽ മുറിവേറ്റു എന്ന ഈ ശിശുക്ഷേമ സമിതിയിലെ ആളുകൾ കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരാണ് ഇപ്പോൾ പോക്സോ ആക്ട് പ്രകാരം അറസ്റ്റിലായിട്ടുള്ളത്. ആ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ള 6 പേരെയും ആ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ള 7 പേരെയും പിരിച്ചുവിട്ടു എന്നാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള അരുൺ ഗോപൻ നമ്മളോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മുറിവേൽപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അരുൺ ഗോപൻ തരുന്ന വിവരപ്രകാരം കുട്ടിയുടെ പിൻവശത്ത് മാത്രം നഖം കൊണ്ടുള്ള പാടുണ്ടായി എന്ന് മാത്രമാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിലല്ല, കുട്ടിയുടെ പിൻഭാഗത്തും അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയത്തിനും ഇത്തരത്തിൽ കാര്യമായി തന്നെ മുറിവേറ്റിട്ടുണ്ട്. നഖം കൊണ്ട് നുള്ളി എടുത്ത പാടാണ് കുട്ടിയുടെ ശരീരത്തിലുള്ളത്. കുട്ടി 2.5 വയസ്സായിട്ടുള്ള കുഞ്ഞ് നിരന്തരം കിടക്കയിൽ മൂത്രമൊഴിക്കുകയായിരുന്നു. ഇത് കാരണമാണ് ഇത്തരത്തിൽ കുട്ടിയെ മുറിവേൽപ്പിച്ചത്. കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട 3 ആയമാരെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ദിവസമാണ് ഇത്തരത്തിൽ കുട്ടിക്ക് ഇങ്ങനെ മുറിവേറ്റതെന്നോ അല്ലെങ്കിൽ കുട്ടീനെ ഉപദ്രവിച്ചതോ എന്നുള്ള വിവരം ശിശുക്ഷേമ സമിതിയിൽ ആർക്കും അറിയില്ല. ആ ഒരാഴ്ചയാണ് സംഭവിച്ചത്. ഈ ഒരാഴ്ചയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ പിരിച്ചുവിട്ടു എന്നാണ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ 3 ആയമാർ, ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 3 ആയമാരും കഴിഞ്ഞ 5 വർഷമായിട്ട് ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്യുന്നവരാണ്, താൽക്കാലിക ജീവനക്കാരാണ്. കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശിശുക്ഷേമ സമിതിയുടെ ഈ ബിൽഡിങ്ങിനകത്ത് എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ CCTV-കളുണ്ട്, CCTV ക്യാമറകളുണ്ട്. ആ CCTV ക്യാമറകളൊന്നും ഇങ്ങനെ കുട്ടീനെ ഉപദ്രവിക്കുന്ന ദൃശ്യം പതിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഉപദ്രവം നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം വിവരം പറയട്ടെ, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം ലഭിക്കട്ടെ എന്നാണ് ശിശുക്ഷേമ സമിതിയിലെ അധികൃതരും അറിയിക്കുന്നത്. എന്തായാലും വളരെ പൈശാചികവും ക്രൂരവുമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. 2.5 വയസ്സായിട്ടുള്ള പെൺകുഞ്ഞിനെ ജനനേന്ദ്രിയത്തിൽ നുള്ളി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ ജീവനക്കാർക്കെതിരെ നിലവിൽ പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മറ്റു നടപടികളായിട്ടൊന്നും പോയിട്ടില്ല. പോലീസ് മാത്രമാണ് ഈ വിഷയത്തിൽ കേസ് അന്വേഷിക്കുന്നത്. ഈ ഒരു കുട്ടിക്ക് മാത്രമാണോ ഇത്തരത്തിൽ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിൽ മുറിവേറ്റിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ ടിൻഡു, ഈ സംഭവം എങ്ങനെയാണ് പുറത്തറിയുന്നത്? ഈ കുഞ്ഞിന് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോഴാണോ ഈ പ്രശ്നം പുറത്തറിയാൻ ഇടയായത്? നീലിമ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഓരോ ദിവസവും ഓരോ ഡ്യൂട്ടി ഷിഫ്റ്റാണ് ആയമാർക്ക് വരുന്നത്. രാവിലെയും നൈറ്റും, രാത്രിയും നൈറ്റും, അങ്ങനെ ഓരോ ഡ്യൂട്ടി ഷിഫ്റ്റാണ് വരുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കുഞ്ഞിനെ മറ്റൊരായ കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കുട്ടിയെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ മുറിവ് കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് പിൻഭാഗത്ത് ചതവായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ മുറിഞ്ഞ രീതിയിൽ കണ്ടെത്തിയത്. 2.5 വയസ്സായ കുട്ടിയാണ്. നമുക്കറിയാം, നമുക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വളരെ അതിനോട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അവിടെ ആ കുട്ടിക്ക് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിൽ കുഞ്ഞിനെ പരിക്കേൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആയമാർ തന്നെ പരിക്കേൽപ്പിച്ചതാണെന്ന് വിവരം ലഭിക്കുന്നത്. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത്. പോലീസ് ഈ സംഭവമായി അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ 3 ആയമാർ, അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 3 ആയമാരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 പേര് ഈ വിഷയം മറച്ചു വെച്ച് ഒരാളെ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി ടിൻഡു, ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഉണ്ട്. ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കൊടും ക്രൂരത കാണിച്ചിരിക്കുകയാണ്. 2.5 വയസ്സുകാരിയായ പെൺകുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. 3 ആയമാർ അറസ്റ്റിൽ. ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.